Hi, hello, namaskaram. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ച് ഇട്ടു. അപ്പോൾ അതൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ കുറച്ച് പേരൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, വീഡിയോസൊക്കെ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്, കാരണം മറ്റു തിരക്കുകൾക്കിടയിൽ വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ വീഡിയോസൊന്നും നിൽക്കില്ല. എന്തായാലും പുതിയ ടോപ്പിക്കുമായിട്ട് നല്ല ടോപ്പിക്കുകളായിട്ട് ഫോറസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ബേസിക് ടു അഡ്വാൻസ് എല്ലാം. അതുപോലെ തന്നെ കുറേ പേര് എന്നോട് കോഴ്സ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടും എനിക്ക് പേഴ്സണലി ഇൻസ്റ്റയിലും അതുപോലെ തന്നെ മെസ്സഞ്ചറിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. കോഴ്സ് കൊടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പഠിച്ച എല്ലാ കാര്യങ്ങളും, എനിക്കറിയാവുന്ന എൻ്റെ എക്സ്പീരിയൻസിലുള്ള എല്ലാ കാര്യങ്ങളും, അത് ബേസിക് തൊട്ട് അഡ്വാൻസ് വരെ എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബിൽ വീഡിയോസായിട്ട് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. A to Z കാര്യങ്ങൾ ഞാനത് ആദ്യമേ പറഞ്ഞതാണ്. അങ്ങനെ A to Z കാര്യങ്ങൾ ഒന്നും അങ്ങനെ മറച്ചൊന്നും വെക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും വീഡിയോസായിട്ട് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ പോലും ടൈം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നോട്ട്സൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ട് അടുത്ത വീഡിയോ വരുന്നവരെ അതൊക്കെ ഡെമോയിൽ ചെയ്ത് നോക്കി അങ്ങനെ ടൈം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വീഡിയോ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ്, പ്രൈസ് ആക്ഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്താണ് ടെക്നിക്കൽ അനാലിസിസ്? നമ്മൾ മുന്നേ പറഞ്ഞതാണ്, പ്രൈസ് ആക്ഷൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ പ്രൈസ് ആക്ഷൻ സീരീസ് ആയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വീഡിയോ എടുത്ത് കണ്ട എന്താ ടെക്നിക്കൽ അനാലിസിസ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. എന്നാലും ചുരുക്കി പറയാം, ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെൻറ്റ്, അതായത് മുന്നേ എങ്ങനെയായിരുന്നു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്, അത് നോക്കിയിട്ട് നമ്മൾ ഫ്യൂച്ചർ മൂവ്മെൻറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. അതായത് പല കാൽക്കുലേഷൻസ് വഴി. അതിലൊന്നാണ് ചാർട്ടിൻ്റെ പാറ്റേൺസ് വഴി. ഓരോ ചാർട്ടുകളുടെ പലതരത്തിലുള്ള ചാർട്ടിൽ പലതരത്തിലുള്ള രൂപങ്ങളുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ എടുക്കും, അത് കൂടാതെയും കുറേ മെത്തേഡ് ഉണ്ട്, അതിലേക്കൊക്കെ നമ്മൾ ഇനി വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുന്നത്തെ മൂവ്മെൻറ്റ് നോക്കി എടുക്കുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ അതിന് നമുക്ക് കുറേ കാൽക്കുലേഷൻ വേണം അല്ലേ. കുറേ നമ്മൾ വരച്ച് നോക്കണം, മുന്നേ എങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടായി എന്ന് നോക്കണം, മുന്നേ എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിച്ചു, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വരച്ച് നോക്കണം. പക്ഷേ ഇങ്ങനെ കുറച്ചും കൂടി, അപ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടി ഈസി ആയിട്ടാണ് കാര്യങ്ങൾ വേണ്ടത്. ഇത്രയൊക്കെ ബുദ്ധിമുട്ടാതെ ഈസി ആയിട്ട് കിട്ടോ അല്ലേ, അതാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യാതെ ഓൾറെഡി കാൽക്കുലേഷൻസ് എല്ലാം ചെയ്തിട്ട് നമുക്ക് ഒരു സൂചന നമുക്ക് കിട്ടുമെങ്കിലോ, അത് നല്ല കാര്യമാണ്, നല്ല ഈസി ആയിട്ടുള്ള നല്ല സുഖമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സൂചന, അതായത് അങ്ങനത്തെ ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്, ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ കഴിഞ്ഞ MT5-ൻ്റെയും അതുപോലെ തന്നെ ട്രേഡിംഗ് വ്യൂ ആപ്പിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ അതിൽ കുറേ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു സെക്ഷൻ കാണിച്ചു തന്നു. അത് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ ഫ്യൂച്ചറിൽ പറയും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണിത്. ഇങ്ങനത്തെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ ചാർട്ടിൽ തന്നെ, അത് MT5 പ്ലാറ്റ്ഫോം ആവട്ടെ, അല്ലെങ്കിൽ സിറോദ ആവട്ടെ, അപ്സ്റ്റോക്ക് ആവട്ടെ, ഏത് പ്ലാറ്റ്ഫോം ആവട്ടെ, ട്രേഡിംഗ് വ്യൂ ആപ്പ് ആവട്ടെ, എല്ലാത്തിലും കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ ഇൻഡിക്കേറ്റർ അത് മുന്നേ കുറച്ച് ആളുകൾ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പല കാൽക്കുലേഷൻസ് വഴി സെറ്റ് ചെയ്ത്. നമ്മളത് ചാർട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബൈൻ്റെയും ഒരു സെല്ലിൻ്റെയും, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക, ഇങ്ങനത്തെ സൂചന ലഭിക്കും. പക്ഷേ ഈ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി എല്ലാം കിട്ടും. എന്നാൽ പിന്നെ വേറെ എല്ലാം എന്തിനാ വെറുതെ അതും ഇതൊക്കെ പഠിക്കുന്നത്, ടെക്നിക്കൽ അനാലിസിസ് ഫണ്ടമെൻ്റൽ, ഈ ഇൻഡിക്കേറ്റേഴ്സ് എടുത്ത് ഈസിയായി ബൈയും സെല്ലും ചെയ്തുകൂടെ? അങ്ങനെ വിചാരിക്കരുത്. കാരണം ഇൻഡിക്കേറ്റേഴ്സ് ഒരു സൂചന തരുന്നത് 100%ഉം അത് സക്സസ് അല്ല. പക്ഷെ പലതരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതിൽ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഒന്നും നമ്മൾ പറയുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി സക്സസ് റേറ്റ് ഉള്ള അല്ലെങ്കിൽ വിന്നിങ് റേറ്റ് ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് മാത്രം, ആവശ്യമുള്ളതിനെ മാത്രം പറക്കിയെടുത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഏതൊക്കെയാണ് എന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ വിന്നിങ് റേറ്റുള്ള 2, 3, 4 ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഒരുമിച്ച് ജോയിൻ ചെയ്യുമ്പോഴോ, അപ്പോൾ എല്ലാം 3-4 സൂചനകൾ തരുന്ന സംഭവങ്ങൾ അത് ഒരുമിച്ച് ജോയിൻ ചെയ്യുമ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി പ്രോബബിലിറ്റി കൂടുതലായിരിക്കും, സാധ്യത കൂടുതലായിരിക്കും നമുക്ക് നമ്മുടെ ടാർഗറ്റിലേക്കുള്ള
കുറച്ചും കൂടി സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചന, നമുക്കൊരു പല കാൽക്കുലേഷൻസ് വഴിയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുവഴി അവർ നമുക്കൊരു സൂചന തരും, അതായത് ഒരു ഫ്യൂച്ചർ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നൊരു സൂചന തരും. ഈ ഇൻഡിക്കേറ്റേഴ്സ് ആക്ച്വലി 3 ടൈപ്പ് ഉണ്ട്. 3 എന്നല്ല, കുറേ ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് പക്ഷേ മെയിൻലി അതിനെ 3 ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഒന്നെന്ന് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ് എവിടെയാണ് അപ്ലൈ ആവുന്നത്. അതായത് നമ്മൾ ഞാനത് കാണിച്ചു തരാം, അത് ഞാൻ ചാർട്ടിലെടുത്ത് കാണിച്ചു തരാം. അതിന് മുമ്പേ ഒന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഇൻഡിക്കേറ്റർ എവിടെയാണ് അപ്ലൈ ആവുന്നത്, അതായത് നമ്മൾ ഇൻഡിക്കേറ്ററിനെടുത്ത് ചാർട്ടിലിടുമ്പോൾ 2 രീതിയിൽ ഇൻഡിക്കേറ്റർ അപ്ലൈ ആവും അല്ലേ. അതായത് ഇൻഡിക്കേറ്റർ ഒന്ന് നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു ക്യാൻഡിലുകൾ ഉണ്ടാവുമല്ലോ, ക്യാൻഡിൽ സ്റ്റിക്കുകൾ, അല്ലെങ്കിൽ ആ ചാർട്ട് ഉണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിൽ തന്നെ ഈ ഇൻഡിക്കേറ്റർ വന്ന് വീഴും. അപ്പോൾ അങ്ങനെ വരുന്നതിനെ നമുക്ക് ഓവർലേ എന്ന് പറയാം. ഓവർലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാലോ ഒന്നിൻ്റെ മുകളിൽ വന്ന് വീഴുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് ഓവർലേ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഓവർലേ ഇൻഡിക്കേറ്ററും ഉണ്ട്. അതുപോലെ തന്നെ ഒന്നാണ് ഓക്സിലേറ്റേഴ്സ്. ഓക്സിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ സ്റ്റിക്കുകളുടെ അല്ലെങ്കിൽ ചാർട്ടിൻ്റെ മുകളിൽ സെപ്പറേറ്റ് ഒരു സെക്ഷനായിട്ട് മാറിക്കിടക്കും. അതാണ് ഓക്സിലേറ്റേഴ്സ്. അപ്പോൾ ഓവർലേയും ഉണ്ട്, ഓക്സിലേറ്റേഴ്സും ഉണ്ട്. ഓവർലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർട്ടിൻ്റെ മുകളിൽ തന്നെ വന്ന് വീഴും. ഓക്സിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് താഴെ, ചാർട്ട് മുകളിലുണ്ടെങ്കിൽ താഴെ ആയിരിക്കും ഓക്സിലേറ്റേഴ്സ് കാണിക്കുക. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ അത് ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം, എക്സാമ്പിളും അതെങ്ങനെയാണ്, ഓവർലേ എന്താണ്, ഓക്സിലേറ്റേഴ്സ് എന്താണ് എന്നുള്ളത്. പിന്നെയുള്ള ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഡിവിഷനാണ് ലീഡിങ് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ലാഗിങ് ഇൻഡിക്കേറ്ററും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഡിവിഷനാണ്. നമ്മൾ മെയിനായിട്ട് കൂടുതൽ ആളുകളും പറയുന്നതാണ് ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സും ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സും. അതായത് ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാൽ ലീഡ് ചെയ്യുക അല്ലേ, ലീഡ് ചെയ്യുക പറഞ്ഞാൽ മുന്നിൽ പോവുക. അതായത് ചാർട്ട് നമ്മുടെ മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്കുകൾ മൂവ് ചെയ്യുന്നതിൻ്റെ മുന്നേ, നമ്മുടെ ചാർട്ടിൽ ഇപ്പോൾ ഒരു അപ്പിലേക്കാണ് കാണിക്കുന്നതെങ്കിൽ അതിന് മുന്നേ ഈ ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ അപ്പിൻ്റെ ഒരു സൂചന നമുക്ക് തരും. അപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ട്, നമുക്കിവിടെ മുന്നേ സൂചന തരുമ്പോൾ അപ്പിലേക്കാണ് ഇനി പോകുന്നത് പറയുമ്പോൾ നമുക്ക് മുന്നേ സൂചന കിട്ടി, ഓൾറെഡി അപ്പിലേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം തന്നെ പൊസിഷൻ എടുത്തിടാം. അപ്പോൾ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സോ, ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലാഗ് ആവും. അതായത് ചാർട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് വരുള്ളൂ. ചാർട്ടിൽ സെല്ലാണെങ്കിൽ ചാർട്ടിൽ സെല്ല് പോയി, അത് കഴിഞ്ഞാലാണ് ലാഗിങ്ങിലേക്ക് സെല്ല് കാണിക്കുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ കാര്യം, ഓൾറെഡി ചാർട്ടിൽ സെല്ല് പോയി, ലാഗിങ്ങിൽ പിന്നെ സെല്ല് കാണിക്കുന്നത്. പക്ഷെ അവിടെയും കാര്യമുണ്ട്. അതായത് ചാർട്ടിൽ സെല്ലിൻ്റെ ക്യാൻഡിൽ വന്നു, ആ ക്യാൻഡിൽ വന്ന് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ലാഗിങ്ങിലും സെല്ലിൻ്റെ കാണിച്ചാൽ ഈ ട്രെൻഡ് ഇനി കണ്ടിന്യൂ ചെയ്യും, അത് സെല്ലിലേക്ക് തന്നെ ഇനി കുറച്ച് ദൂരം പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അപ്പോഴും നല്ലൊരു പൊസിഷൻ എടുത്തിടാൻ പറ്റും. അതാണ് ലീഡിങ്ങും ലാഗിങ്ങും, രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചാർട്ടിൽ കാണിക്കാം. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ, അതായത് ഇപ്പോൾ വോളിയം ഇൻഡിക്കേറ്റേഴ്സ്, മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ്, ട്രെൻഡ് ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെ പല ടൈപ്പിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒന്നാമത് ട്രെൻഡ് ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ഇപ്പോൾ ട്രെൻഡിനെ, അപ്പ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ, ട്രെൻഡിനെ സൂചിപ്പിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സാണ് ട്രെൻഡ് ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഒന്നാണ് വോളിയം, അതായത് മാർക്കറ്റിൻ്റെ വോളിയം. മാർക്കറ്റിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ മാർക്കറ്റിൻ്റെ ആ മൂവ്മെൻറ്റ്, വലിയൊരു റെഡ് ക്യാൻഡിൽ ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി, കുറേ റെഡ് ക്യാൻഡിലുകൾ ഉണ്ടാവണം. അപ്പോൾ മാർക്കറ്റിൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ അധികം വോളിയം ഇല്ലാതെ ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളായിട്ട് ഇങ്ങനെ നിൽക്കും. ചില സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല വോളിയായിരിക്കും. അപ്പോൾ അങ്ങനെ മാർക്കറ്റിൻ്റെ വോളിയത്തിനെ കാണിച്ചു തരുന്ന ഇൻഡിക്കേറ്റേഴ്സാണ് വോളിയം ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ മൊമെൻറ്റം, മാർക്കറ്റിൻ്റെ മൊമെൻറ്റത്തിനെ കാണിക്കുന്നത്. പിന്നെ വൊളറ്റാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, അതെന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ വൊളറ്റൈലായിട്ടുള്ള മാർക്കറ്റിനെ, നല്ല മാർക്കറ്റ് ഇപ്പോൾ നല്ല വൊളറ്റൈലാണോ അതോ കുറവാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ ഇൻഡിക്കേറ്റേഴ്സ് എടുത്ത് കാണിക്കുമ്പോഴേ മനസ്സിലാവും. നമ്മളിങ്ങനെ പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമുക്ക് ഓരോ ടൈപ്പും ആ ടൈപ്പിൻ്റെ താഴെ വരുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ എക്സാമ്പിളും ആ ഇൻഡിക്കേറ്റേഴ്സൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ചാർട്ട് ഇതാണ്, നമ്മുടെ ട്രേഡിംഗ് വ്യൂവിന്റെ ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ട്രേഡിംഗ് വ്യൂവിലാണെങ്കിൽ നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞതാണ്. അത് കാണാത്തവരാണെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവർ പോയി കാണാം. അപ്പൊ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഓവർലേ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിലേറ്ററും ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പൊ ഓവർലേയും ഉണ്ട്, അതുപോലെ
ഓക്സിലേറ്ററും ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് എവിടുന്ന സെലക്ട് ചെയ്യേണ്ടതെന്ന്. ഇൻഡിക്കേറ്റേഴ്സ് എടുക്കുന്നു, നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്യണം. അപ്പൊ ഓവർലേയുടെ ഒരു എക്സാമ്പിൾ ആണ് മൂവിങ് ആവറേജ് എന്നുള്ളത്. കുറെ എക്സാമ്പിൾ ഉണ്ട് മൂവിങ് ആവറേജ്. അപ്പൊ അതവിടെ സെർച്ച് ചെയ്തപ്പോൾ മൂവിങ് ആവറേജ് കിട്ടി. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തപ്പോൾ തന്നെ അത് ചാർട്ടിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചാർട്ടിന്റെ മേലെ കൂടെ ഒരു ലൈൻ പോണു. അപ്പൊ ഇതാണ് ഒരു ഇൻഡിക്കേറ്റർ. അതായത് ഇത് എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇത് എവിടെ വെച്ചാണ്, എങ്ങനെയാണ് ഇതിന്റെ ബൈയും സെല്ലും എടുക്കേണ്ടത്, എങ്ങനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു 2-3 വീഡിയോ സീരീസിലൂടെ ആയിട്ട് നമ്മൾ എല്ലാ ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യങ്ങളും പഠിക്കും. അപ്പൊ ഇതെന്ന് പറയുന്നത് കണ്ടോ, ഈ ചാർട്ടിന്റെ മുകളിലാണ് ഇത് വന്നത്. ചാർട്ടിന്റെ മുകളിൽ, അതുകൊണ്ടാണ് ഇതിന് ഓവർലേ എന്ന് പറയുന്നത്. ആ ചാർട്ടിന്റെ മുകളിലാണ് ആ ഇൻഡിക്കേറ്റർ വന്ന് പ്ലേസ് ആയത്. ഇനിയിപ്പോ ഓക്സിലേറ്റർ എന്ന് പറഞ്ഞാലോ, ഓക്സിലേറ്ററിന് ഒരു എക്സാമ്പിൾ ആണ് MACD, മൂവിങ് ആവറേജ് കൺവേർജൻസ് ഡൈവേർജൻസ് എന്ന് പറയും, MACD. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. ഇപ്പൊ കണ്ടോ, അതിവിടെ താഴെയായിട്ടാണ്. ചാർട്ട് ഇവിടെ ഉണ്ട്, ഇതിവിടെ താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്. ചാർട്ട് മുകളിലുണ്ട്, അതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഓവർലേയുടെ എക്സാമ്പിൾ ആയിട്ടുള്ള മൂവിങ് ആവറേജ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറ MACD എന്നുള്ളത്, അതായത് പേരൊന്നും നിങ്ങൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ഈ MACD ചാർട്ടിന്റെ മുകളിലല്ല, താഴെ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നത്. ചാർട്ട് ഒന്ന് മുകളിലേക്ക് കയറി അത് താഴെയാണ് വന്നത്. ഇതുകൊണ്ടാണ് ഇതിനെ ഓവർലേ ഇൻഡിക്കേറ്റർ, ഓക്സിലേറ്റർ ഇൻഡിക്കേറ്റർ എവിടെയാണ് അത് വരുന്നത് എന്നനുസരിച്ചിട്ട് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡിവിഷനിലേക്ക് കടക്കാം. അടുത്തത് നമ്മൾ പറഞ്ഞു ലീഡിംഗ് ഇൻഡിക്കേറ്റർ ഉണ്ട്, അതുപോലെ ലാഗിംഗ് ഇൻഡിക്കേറ്റർ ഉണ്ട് എന്ന്. അപ്പൊ ഈ ലീഡിംഗ് ഇൻഡിക്കേറ്ററിന് എക്സാമ്പിൾ ആണ് സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അതൊരു ലീഡിംഗിന് എക്സാമ്പിൾ ആണ്, സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്തു. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, താഴെ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് വന്നിരിക്കുന്നത് താഴെയാണ്, അതായത് ഓക്സിലേറ്റേഴ്സിൽ പെട്ടതാണ്. നേരത്തെ ഓവർലേ ഓക്സിലേറ്റേഴ്സ് പറഞ്ഞു, ഒന്ന് മുകളിൽ വരും ഒന്ന് താഴെ വരും. ഇത് ഓക്സിലേറ്ററിലാണ്. ഓക്സിലേറ്ററിൽ മാത്രമല്ല ഇതൊരു ലീഡിംഗ് ആണ്. അതായത് ലീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോ കറന്റ്ലി മാർക്കറ്റ് നമുക്ക് നോക്കാം. മാർക്കറ്റ് ഇപ്പോ ഇവിടെയാണ്. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് അപ്പാണോ പോവുക ഡൗൺ ആണോ പോവുക എന്നത് പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നമുക്കൊരു സൂചന തരും. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. നമുക്ക് ഇവിടെ ഒരു സൂചന തരും, ഇത് അപ്പിലേക്കാണ് ഇനി പോകുന്നത്. മാർക്കറ്റ് പോകുന്നതിന് മുന്നേ സൂചന തരും. അപ്പൊ നമുക്ക് അതനുസരിച്ച് ട്രേഡ് എടുക്കാൻ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു ലീഡിങ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇനി ലാഗിങ് ആണ്, അതായത് മാർക്കറ്റ്. അപ്പൊ ലാഗിങ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതിന് എക്സാമ്പിൾ ആണ് MACD. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് MACD എന്ന്. MACD ഇതാണ് MACD. ഇപ്പൊ ഇവിടെ മേലെ നമ്മൾ പറഞ്ഞ ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റൊക്കാസ്റ്റിക് ഉണ്ട്, താഴെ MACD എടുത്തു. ഈ MACD എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ ഇതിവിടെ കാണിക്കില്ല. മാർക്കറ്റ് പോയതിന് ശേഷമാണ് ഇതില് വരുന്നത്, ഇത് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്ന്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും മുകളിലോട്ട്, മാർക്കറ്റ് മുകളിലോട്ട് കയറി, എന്നിട്ട് അതിന് ശേഷം ഇതിലും മുകളിലോട്ട് കാണിച്ചു എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻ, ഇനിയും അത് കണ്ടിന്യൂ ചെയ്യും, ആ ട്രെൻഡ് ഇനിയും കണ്ടിന്യൂ ചെയ്യും എന്നതിനാണ് ഉള്ള സൂചനയാണ്. അപ്പൊ ഓരോന്നിനും ഓരോ തരത്തിലുള്ള സൂചനകളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഓരോ ഇൻഡിക്കേറ്റർ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇതാണ് ഒരു എക്സാമ്പിൾ. ഇനി നമ്മൾ മൂന്നാമത്, അപ്പോ അതിലൊരു കാര്യം നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, ഒരു ട്രെൻഡ് ഇൻഡിക്കേറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ട്രെൻഡ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രെൻഡിനെ കാണിക്കുന്നതാണ്. ഈ ട്രെൻഡ് ഇൻഡിക്കേറ്ററിനും കൂടിയും എക്സാമ്പിൾ ആണ് ഈ MACD എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, ഈ MACD വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ ഇപ്പോ താഴേക്കാണ്, ഇവിടെ ഇങ്ങനെ കാണിക്കുമ്പോൾ താഴോട്ടാണ് ട്രെൻഡ്, അല്ലെങ്കിൽ മുകളിലോട്ടാണ് ട്രെൻഡ്, അങ്ങനത്തെ ഇപ്പോഴത്തെ ട്രെൻഡിനെ കാണിക്കുന്നതിന്റെ കൂടി എക്സാമ്പിൾ ആണ് ഈ MACD. അപ്പൊ MACD ലാഗിങ്ങിന് എക്സാമ്പിൾ ആണ്, അതുപോലെ തന്നെ ഓക്സിലേറ്ററിന് എക്സാമ്പിൾ ആണ്, അതുപോലെ ട്രെൻഡിനും എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഈ സ്റ്റൊക്കാസ്റ്റിക് എന്ന് പറയുന്നത് മൊമെന്റം ഇൻഡിക്കേറ്ററിന് എക്സാമ്പിൾ ആണ്. മൊമെന്റം ഇൻഡിക്കേറ്ററിനും കൂടി എക്സാമ്പിൾ ആണ് ഈ സ്റ്റൊക്കാസ്റ്റിക് എന്ന് പറയുന്നത്, മൊമെന്റത്തിനെ കാണിക്കുന്നത്. അപ്പൊ അതൊരു ഓക്സിലേറ്റർ ആണ്, ഒരു ലീഡിംഗ് ആണ്, ഒരു മൊമെന്റം ഇൻഡിക്കേറ്ററിനും കൂടി എക്സാമ്പിൾ ആണ്.
മൊമെന്റം ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ അതായത് എത്രത്തോളം ഒരു സ്ട്രോങ് ആണ്. ഇപ്പൊ ഈ കറൻസി പെർ അല്ലെങ്കിൽ ഇതൊരു സ്റ്റോക്ക് ആണെങ്കിൽ ഈ സ്റ്റോക്ക് എത്രത്തോളം അതിന്റെ ഒരു സ്ട്രെങ്ത്തും അതിന്റെ ഒരു വീക്ക്നെസ്സും കാണിച്ചു തരുന്നതാണ്. ഇപ്പൊ ഇത് സ്ട്രോങ് ആണോ, ഇപ്പൊ ഇത് വീക്ക് ആണോ, അതിന്റെ പല കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പൊ ഇത് ഇവിടെയാണെങ്കിൽ വീക്ക് ആണ്, ഇവിടെയാണെങ്കിൽ സ്ട്രോങ് ആണ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു മൊമെന്റം ഇൻഡിക്കേറ്ററിനും കൂടി എക്സാമ്പിൾ ആണ് സ്റ്റൊക്കാസ്റ്റിക് എന്ന്. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞു വോളറ്റാലിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ട്. വോളറ്റാലിറ്റി ഇൻഡിക്കേറ്ററിന് ഒരു എക്സാമ്പിൾ ആണ് ഒരു ബോളിംഗർ ബാൻഡ്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ബോളിംഗർ ബാൻഡ്. ഇത് കണ്ടോ, ഈ ബോളിംഗർ ബാൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഈ ചാർട്ടിൽ തന്നെയാണ് വന്നത്. അപ്പൊ ഈ ചാർട്ടിന്റെ മുകളിൽ വന്നുകൊണ്ട് അത് നമുക്ക് പറയാം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓവർലേ ഇൻഡിക്കേറ്ററിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊരു വോളറ്റാലിറ്റി ഇൻഡിക്കേറ്ററിനും കൂടി എക്സാമ്പിൾ ആണ്. വോളറ്റാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രൈസ്, ഈ കറൻസിയുടെ പ്രൈസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ആണെങ്കിൽ അതിന്റെ പ്രൈസ് എത്രത്തോളം, ഇപ്പൊ ഇതൊരു ചാനൽ പോലെയാണല്ലോ, ഒരു ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ആണ് ചാർട്ട് നിൽക്കുന്നത്. അപ്പൊ ഇത് എത്രത്തോളം, ഇവിടെ നിന്ന് ഇത് ഒരു വലിയ വൈഡ് ആയിട്ടുണ്ട്, ഇവിടെ ചെറിയ സ്പേസ് ആണ്. അപ്പൊ ഇത് എത്രത്തോളം ഈ പ്രൈസ് മൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയൊക്കെ എത്തുമ്പോൾ ചെറിയ മൂവ്മെന്റുകളാണ്. ഇങ്ങനത്തെ ആ ഒരു വോളറ്റാലിറ്റി കാണിക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും, വോളറ്റാലിറ്റി കാണിക്കുന്നതാണ്. അപ്പൊ അതൊരു വോളറ്റാലിറ്റി ആണ്. പിന്നെ മറ്റൊരു ഡിവിഷനിൽ വരുന്നതാണ് വോളിയം ഇൻഡിക്കേറ്റർ. വോളിയം ഇൻഡിക്കേറ്ററിന് എക്സാമ്പിൾ ആണ് വോളിയം ROC എന്ന് പറഞ്ഞിട്ട്. ഇതാണ് വോളിയം ഇൻഡിക്കേറ്ററിന് എക്സാമ്പിൾ, വോളിയം ROC. ഈ താഴെ കാണുന്നത് പ്രൈസിന്റെ വോളിയം എത്രത്തോളം മാറിയിട്ടുണ്ട്, നല്ല പോലെ മാറിയിട്ടുണ്ടോ, കുറച്ച് മാറിയിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വോളിയം ഇൻഡിക്കേറ്ററിൽ. അതായത് വോളിയം ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് പ്രൈസിന്റെ മൂവ്മെന്റ് ഇനി കണ്ടിന്യൂ ചെയ്യോ റിവേഴ്സ് ചെയ്യോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അതാണ് വോളിയം ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിവിഷൻ. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഡിവിഷൻ ഉണ്ട്, ഇങ്ങനെയാണ്. ഇതൊന്നും നമുക്ക് അത്ര ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഇൻഡിക്കേറ്റർ അതെങ്ങനെയാണ് എടുക്കുക, അതെങ്ങനെയൊക്കെയാണ് വരിക എന്നതാണ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എന്നാൽ പോലും ഇങ്ങനെ ഓവർലേ ഉണ്ട്, ഓക്സിലേറ്റർ ഉണ്ട്, ലീഡിംഗ് ഉണ്ട്, ലാഗിംഗ് ഉണ്ട്, പിന്നെ വോളറ്റാലിറ്റി അറിയാൻ, മൊമെന്റം അറിയാൻ, വോളിയം അറിയാൻ, അങ്ങനെയൊക്കെ കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത വീഡിയോ തൊട്ടിട്ട് ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇതിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഇമ്പോർട്ടന്റ് അല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4-5 ഇൻഡിക്കേറ്റേഴ്സും അവരുടെ ഒരു കോമ്പിനേഷനും അത് വെച്ച് എങ്ങനെ ട്രേഡ് എടുക്കാമെന്നും നമുക്ക് നോക്കാം. ഇപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടു, ഇൻഡിക്കേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ക്ലാസിഫിക്കേഷനും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കാണാപ്പാടം പഠിക്കണമെന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കുക. കുറച്ച് ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സും ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സും അല്ലെങ്കിൽ ഇതാണ് വോളറ്റാലിറ്റി ആണെന്നൊക്കെ ജസ്റ്റ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മളിനി അടുത്ത വീഡിയോ തൊട്ടിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു സീരീസ് ആയിട്ട് തന്നെ ഇങ്ങനെ പോട്ടെ. നമുക്ക് 2-3 വീഡിയോയിൽ ആവശ്യമുള്ള ഇൻഡിക്കേറ്റേഴ്സൊക്കെ പറഞ്ഞ് ഇതൊരു സീരീസ് ആക്കി എടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ചൊരു 4-5 ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ ആ ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് അത് ബൈ ആണോ സെല്ലാണോ എന്ന് മനസ്സിലാക്കുക, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാൽക്കുലേഷൻസ് വരുന്നത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ സെയിം വീഡിയോയിൽ പറഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ആവശ്യമുള്ള കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് നമുക്ക് അത്യാവശ്യം കുറേ ഉണ്ട്. എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് അത്രയും പ്രോബബിലിറ്റി തരാത്ത അല്ലെങ്കിൽ അത്രയും വിന്നിങ് പെർസെൻറ്റേജ് ഇല്ലാത്തതിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്, ചില ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ട്, അത് നല്ല പോലെ റിസൾട്ടും തരും. അപ്പോൾ അങ്ങനത്തെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച്, എന്താണ് ഇൻഡിക്കേറ്റേഴ്സ്, എങ്ങനെയാണ് അത് വരുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ അടുത്ത വീഡിയോ തീർച്ചയായും കാണണം. ഇനി വരുന്ന 2-3 വീഡിയോ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച്, മറ്റ് അനാലിസിസ് ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെറിയ പ്രോഫിറ്റൊക്കെ ആക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വീഡിയോ മിസ്സാവാതെ എല്ലാവരും കാണണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഡൗട്ടൊക്കെ എന്ത് വേണേലും ചോദിച്ചോളൂ, മാക്സിമം ഞാൻ ഉത്തരം തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ കാണുകയും ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് പഠിക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.